പൂർവ ഗ്രാൻഡ് ബേ ഫ്ളാറ്റിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സംവിധായകർ പിടിയിലായതെന്ന് എക്സൈസ് കമ്മീഷണർ മജു ടി എം. കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരും ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഷാലിഫ് മുഹമ്മദുമാണ് അറസ്റ്റിലായത്. 1.6 ഗ്രാം കഞ്ചാവ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തതായും എക്സൈസ് അറിയിച്ചു. കേസിൽ സമീർ താഹിർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുമെന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ മജു ടി എം പറഞ്ഞു. ഇവനിങ്ങനെ സിനിമയിൽ വർക്ക് ചെയ്യുന്നവർ അവരിങ്ങനെ ഗഞ്ചാവ് യൂസ് ചെയ്യുന്നുണ്ടെന്നും എന്നു വെച്ചാൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അതിൻ്റെ പ്രകാരമായിട്ട് സ്ക്വാഡിലെ പ്രമോദും പാർട്ടിയും അവിടെ പരിശോധന നടത്തിയപ്പോൾ അവിടെ 3 പേരുണ്ടായിരുന്നു. ഒന്ന് മുഹമ്മദ് അഷ്റഫും ഖാലിദ് റഹ്മാനും പിന്നെ ഷാലി മുഹമ്മദും. അവരോട് ചോദിച്ചപ്പോൾ അവർ ഫിലിമിലാണോ ആക്ട്രസ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഫിലിമിലിങ്ങനെ വർക്ക് ചെയ്യുന്നവരാണെന്ന് മാത്രമേ പറയുള്ളൂ. അതിനുശേഷമാണ് നമ്മൾ വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലാണ് നമുക്ക് മനസ്സിലായത് ഇവരിങ്ങനെ മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാരെന്ന് മനസ്സിലാകുന്നത്. അവിടെ നിന്നൊരു 1.63 ഗ്രാം ഹൈബ്രിഡ് ഗഞ്ചായാണ് കിട്ടിയത്. ഹൈബ്രിഡ് ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡിലേക്ക് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ഇപ്പം MDMA പോലുള്ള സാധനങ്ങളാണല്ലോ ഇപ്പം റീസണായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നല്ലോ. പക്ഷെ ഇപ്പോൾ അത് ഹൈബ്രിഡിലേക്ക് മാറി വന്നു. ഞങ്ങളതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ളൊരു ഒരാളെ നമ്മൾ നോക്കുന്നുണ്ട്. വിശദമായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഇപ്പോൾ 3 പേരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. തുടർ അന്വേഷണങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കും? വിശദാംശങ്ങൾ. ഈ ഒരു ഇടപാടിൽ കൂടുതൽ ആളുകൾക്ക് പങ്കാളിത്തമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ആരാണ് ലഹരി എത്തിച്ചത്? നേരത്തെ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് സിനിമാ മേഖലയുമായി തന്നെ ഇടപാടുകൾ നടത്തിയിരുന്ന ആളുകൾ പിടിയിലായിരുന്നു. സ്ത്രീ അടക്കമുള്ള ആളുകൾ പിടിയിലായിരുന്നു. അവർക്ക് കൊച്ചിയിലെ ഈ ലഹരി ഇടപാടുകളുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? ഇവർക്ക് പിടിയിലായ ആളുകൾക്ക്, അറസ്റ്റിലായ ആളുകൾക്ക് ഇത്തരത്തിൽ ലഹരി എത്തിച്ചത് ഇവരാണോ അല്ലെങ്കിൽ മറ്റു സംഘങ്ങളാണോ എന്നതൊക്കെയാണ് പരിശോധിക്കുന്നത്. എക്സൈസ് വ്യക്തമാക്കുന്നതനുസരിച്ച് ഏതെങ്കിലും ഒരു സംഘം കേന്ദ്രീകൃതമായിട്ടല്ല ഈ ലഹരി ഇടപാടുകളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. അതിന് നിരവധി സംഘങ്ങളുണ്ട്. ഒരു സംഘം കേന്ദ്രീകൃതമായി നടത്തിയ ലഹരി ഇടപാടുകളായിരുന്നു എങ്കിൽ 1-2 പേർ പിടിയിലാകുന്നതോടുകൂടി തന്നെ അതിൻ്റെ കണ്ണികളിലേക്ക് മുഴുവൻ അന്വേഷണം എത്താൻ കഴിയുകയും അവരെ പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകാൻ കഴിയും. എന്നാൽ വിവിധ കണ്ണികൾ അല്ലെങ്കിൽ വിവിധ ആളുകൾ ഈ ഒരു ലഹരി ഇടപാടിൻ്റെ ഭാഗമായി വിതരണം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് കൃത്യമായി അത് എത്തിക്കാനും എല്ലാം ഉള്ള ശൃംഖലകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിരീക്ഷണത്തിലുള്ള മറ്റു ചില ആളുകളെ കൂടി ചോദ്യം ചെയ്യേണ്ടി വരും. ഇവർക്ക് ലഹരി ഉപയോഗിക്കാനുള്ള താവളങ്ങൾ ഒരുക്കിയ ആളുകളെ കേന്ദ്രീകരിച്ചു കൂടിയുള്ള അന്വേഷണങ്ങളും പരിശോധനകളും എല്ലാം തന്നെ നടത്തും. കാരണം രാസലഹരി ഇടപാടുകളിൽ ശാസ്ത്രീയ പരിശോധനകൾ, തെളിവുകളെല്ലാം മുഖ്യമാണ് എന്നതുകൊണ്ട് തന്നെ പഴുതടച്ച ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് എക്സൈസ് സംഘം പോകുന്നത്. മുടിയിഴകളുടെ ശാസ്ത്രീയ പരിശോധനയും ഒപ്പം തന്നെ നഖത്തിൻ്റെ പരിശോധന അടക്കമുള്ള കൃത്യമായ പരിശോധനകൾ, മെഡിക്കൽ പരിശോധനയെല്ലാം പൂർത്തിയാക്കി വേണം മുന്നോട്ട് പോകാൻ കഴിയും. കാരണം ഇത്തരം NDPS കേസുകളിൽ പലപ്പോഴും പ്രതികൾ രക്ഷപ്പെടുന്നതിന് ഒരു കാരണമെന്ന് പറയുന്നത് ശാസ്ത്രീയ തെളിവുകളുടെ ഒരു അഭാവമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത്തരം പഴുതുകൾ കൂടി അടച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് എക്സൈസ് സംഘം മുന്നോട്ട് പോകുന്നത്. കൂടുതൽ ആളുകളെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്തു എന്ന കാര്യം തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സിനിമാ മേഖലയിൽ ലഹരി ഇടപാടുകൾ ശക്തമായി നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയും പല പ്രമുഖ സംവിധായകരും നടന്മാരും അടക്കം ഈ ലഹരി ഇടപാടുകളുടെ ഭാഗമാകുന്നുണ്ട്, ലഹരി ഉപഭോക്താക്കളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ വിവരവുമെല്ലാം പുറത്തു വരുമ്പോൾ തന്നെയാണ് പ്രത്യേകിച്ച് ഷൈൻ ടോൺ ചാക്കോയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിറഞ്ഞു നിൽക്കുകയാണ്. കൊച്ചി നഗരത്തിലെ ഒരു ഹോട്ടലിൽ നിന്ന് പോലീസിൻ്റെ ലഹരി വിരുദ്ധ സ്ക്വാഡിനെ കണ്ട് അവിടെ ഇറങ്ങി ഓടിയതിനെ കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലായിരുന്നു മറ്റ് ലഹരി ഇടപാടുകളിലേക്ക് അന്വേഷണം നീണ്ടതും അതിന് പിന്നിലുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം മുന്നോട്ട് പോവുകയും എല്ലാം ചെയ്തത്. ഇതിനിടയിൽ തന്നെയാണ് എക്സൈസിന് രഹസ്യവിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ ഒരു ഓപ്പറേഷൻ നടന്നതും ലഹരി പിടികൂടാൻ കഴിയുകയും ചെയ്തത്. സിനിമാ മേഖലയിൽ ലഹരി പിടിമുറുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം തന്നെയായി ഈ ഒരു ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. സിനിമാ മേഖലയിൽ ലഹരി പിടിമുറുക്കുക തന്നെയാണ്. ഈ സംവിധായകർക്ക് ലഹരി ഉപയോഗിക്കുന്നതിന് സൗകര്യം ഒരുക്കി കൊടുത്തവരെയും അതുപോലെ തന്നെ ലഹരി വിതരണം ചെയ്തവരെയും കേന്ദ്രീകരിച്ചായിരിക്കും ഇനി തുടർ അന്വേഷണങ്ങൾ.